ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ് മുതൽ ഇംഗ്ലീഷിലെ പാസീവ് എന്ന് പറയുന്ന വാചകങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഈ പാസീവ്? പലപ്പോഴും കുട്ടികൾ തെറ്റായ രീതിയിലാണ് പാസീവ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ആരംഭിക്കുന്നത് ഷുഡ് എന്ന വാക്ക് വെച്ചാണ്. ഷുഡിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിച്ചത് ഷുഡാണ്. ഷുഡിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കുമ്പോൾ നം കിട്ടും, എഴുതണം, ഷുഡ് റൈറ്റ്. ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷുഡിന്റെ പാസീവ് ഉണ്ട്. പി എന്ന് എഴുതിയിരിക്കുന്നത് പാസീവ് എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ സ്കൂളിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അവൻ ശിക്ഷിക്കപ്പെടണം, അവൻ ശിക്ഷിക്കപ്പെടണം. ഷുഡിന്റെ വെച്ചുള്ള ഒരു വാചകമാണ് ഞാൻ പറയുന്നത്. അവൻ ശിക്ഷിക്കപ്പെടണം. ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മൾ ഈ പാസീവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് രണ്ട് രീതിയിൽ പറയും. ഒട്ടുമിക്കർക്കും അറിയാമായിരിക്കാം, എങ്കിലും ചിലപ്പോഴൊക്കെ സ്റ്റുഡൻസ് അത് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് പാസീവ് എന്ന് പറയുന്നത് അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു, ആ രീതിയിൽ പറയുന്നതാണ് പാസീവ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ശരിയാണ്. ഈ പറയുന്ന വാചകങ്ങൾ പാസീവ് എന്നാ പറയുക ഇംഗ്ലീഷില്. പക്ഷെ നമ്മുടെ ഭാഷയിൽ നമ്മൾ വേറെ രീതിയിലും പറയും. അവൻ ശിക്ഷിക്കപ്പെട്ടു. എങ്ങനെ പറയും? അവനെ ശിക്ഷിച്ചു, അവനെ ശിക്ഷിച്ചു. അത് പാസീവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലയാളത്തില് കൂടുതലും അവനെ ശിക്ഷിച്ചു, അവനെ സഹായിച്ചു, അവനെ സഹായിക്കണം, അവനെ സഹായിക്കാറുണ്ട്, ഈ രീതിയിലാണ് നമ്മൾ പറയാറ്. അല്ലാതെ അവൻ സഹായിക്കപ്പെടണം അങ്ങനെയൊന്നും നമ്മൾ മലയാളത്തിൽ പറയില്ല. ചില വാക്കുകൾ മാത്രമേ അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, അങ്ങനെ ചില വാക്കുകൾ നമുക്ക് മലയാളത്തിൽ ആ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ പഠിപ്പിക്കപ്പെട്ടു, അവൻ സഹായിക്കപ്പെട്ടു, അവൻ കളിയാക്കപ്പെട്ടു, അവൻ ഓടിക്കപ്പെട്ടു, ഇങ്ങനെയൊന്നും നമ്മൾ മലയാളത്തില് പറയാറില്ല. നമ്മൾ പറയുന്നത് അവനെ കളിയാക്കി, അവനെ ഓടിച്ചു, അവനെ സഹായിച്ചു, അങ്ങനെയാണ്. അത് പാസീവാ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഷുഡ് വെച്ച് തുടങ്ങിയാണ്. ഇവിടെ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്ന വെർബ് ചൂസ് എന്ന വെർബാണ്. നേരത്തെ നമ്മൾ എടുത്തത് റൈറ്റ് എന്നുള്ള വെർബായിരുന്നു. റൈറ്റ്, റോട്ട്, റിട്ടൺ. ചൂസ് എന്ന വെർബ് നമ്മൾ എടുക്കുകയാണ്. ബേസ് ഫോമിൽ അതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കുക. പ്രസന്റ് ഫോമില് നമുക്കറിയാം പ്ലൂറലും സിംഗുലറും ഉണ്ട്. ചൂസ്, ചൂസസ്. അതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നു, അങ്ങനെയും പറയാം. പാസ്റ്റ് ഫോം ചോസ് എന്നുള്ളതാണ്, തിരഞ്ഞെടുത്തു. ഇനിയുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, ചോസൺ. ചൂസ്, ചോസ്, ചോസൺ, ചൂസ്, ചോസ്, ചോസൺ. ഇത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്ന നമ്മൾ ഈ വെർബാണ് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഷുഡ് വെച്ച് നോക്കാം. ഷുഡിന്റെ പാസീവ്, പി എന്നിട്ടിരിക്കുന്നത് പാസീവ് ആണ്. ഉണ്ടാക്കുന്ന രീതി സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഷുഡ് വയ്ക്കും, അതിന്റെ കൂടെ ബി എന്ന വെർബ് വയ്ക്കും. ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതയുള്ള വെർബായ ബി വയ്ക്കും. അതിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഈ ഫോമാണ് വയ്ക്കുക. ഈ പാസീവിലെ എല്ലായിടത്തും ഈ ഫോമേ വയ്ക്കുള്ളൂ, വേറെ ഫോം ഒന്നും വയ്ക്കില്ല. അതുകൊണ്ട് ഈ ഫോം അറിയില്ലെങ്കിൽ നമുക്ക് പാസീവ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ പാസീവ് എന്ന ആ വാക്ക് പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഇനി വരുമ്പോഴോ പാസീവ് എന്ന് പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഷുഡ് നേരത്തെ പഠിച്ചതെന്ന് ഓർത്തു നോക്കാം. അവൻ തെരഞ്ഞെടുക്കണം, അവൻ തെരഞ്ഞെടുക്കണം. ഹി ഷുഡ് ചൂസ്, ഇതാണ് വെച്ചത്. ഹി ഷുഡ് ചൂസ്. പാസീവ് ആകുമ്പോൾ അവനെ തെരഞ്ഞെടുക്കണം, അവനെ തെരഞ്ഞെടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് പറയേണ്ടത്. ഹി ഷുഡ് ബി ചോസൺ, ഹി ഷുഡ് ബി ചോസൺ. അവനെ തെരഞ്ഞെടുക്കണം. മറ്റൊരു രീതിയിൽ മലയാളത്തിൽ പറയാം, അവൻ തെരഞ്ഞെടുക്കപ്പെടണം, അവൻ തെരഞ്ഞെടുക്കപ്പെടണം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും പറയുകയാണ്, അവൻ തെരഞ്ഞെടുക്കപ്പെടണം. ആ രീതിയിൽ പറയുന്ന വാക്കുകൾ കുറവാ നമ്മുടെ ഭാഷയില്. കൂടുതലും അവനെ തെരഞ്ഞെടുക്കണം, അവനെ സഹായിക്കണം, അവനെ പഠിപ്പിക്കണം, ആ രീതിയിലാണ് നമ്മൾ പറയുക. എങ്കിലും ചില വാക്കുകൾ ആ രീതിയിൽ അവൻ തെരഞ്ഞെടുക്കപ്പെടണം എന്നും പറയാം.
അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കൂടുതലും കാണുന്നത് അവനെ തിരഞ്ഞെടുക്കണം എന്ന രീതിയിലായിരിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത്, എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും നമുക്ക് പാസീവായിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് അവൻ ഓടണം, അവൻ ഓടണം എങ്ങനെ പറയും? നമ്മൾ പഠിച്ചതാ, ഹി ഷുഡ് റൺ, ഹി ഷുഡ് റൺ, ഈ ഫോമാണ്. അവനെ ഓടണം അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമോ? നമ്മൾ മലയാളത്തിൽ പറയില്ല, ഇംഗ്ലീഷിലും പറയില്ല. അവനെ ഓടിക്കണം എന്ന് പറയും, പക്ഷെ അപ്പൊ വാചകം മാറി. അവനെ ഓടിക്കണം. ഉദാഹരണമായി അവൻ തിരഞ്ഞെടുക്കണം, അവനെ തിരഞ്ഞെടുക്കണം. രണ്ട് വാചകങ്ങളിലും വെർബ് തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ്. എന്നാൽ അവൻ ഓടണം, അവനെ ഓടിക്കണം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തില് ഓടണം, മറ്റേതിൽ ഓടിക്കണം. അപ്പൊ മാറി. അത് വ്യത്യാസമുണ്ട്. അവൻ ഓടിക്കണം എന്ന് മലയാളത്തിൽ പറയും, അത് ഇംഗ്ലീഷിൽ വേറെ രീതിയിലാണ് പറയുക. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ പറഞ്ഞത് എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ മലയാളത്തിലും പറയില്ല, അതുപോലെ ഇംഗ്ലീഷിലും പറയില്ല. പാസീവായിട്ട് പറയാൻ പറ്റുന്ന ഒത്തിരി വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്, നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഷുഡ് വീണ്ടും നമ്മളിവിടെ കാണുകയാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് പാസീവ് അല്ല. ഇപ്പൊ പാസീവ് കാണുകയാണ്. പാസീവിന്റെ ഫോർമുല ഇതാണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വാചകം, ഐ ഷുഡ് ബി ചോസൺ, ഐ ഷുഡ് ബി ചോസൺ. എന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം. നമ്മൾ കൂടുതലും ഇങ്ങനെയാ പറയുക. നമ്മൾ പറയുകയാണ് അവനെ തിരഞ്ഞെടുക്കണം, ഹി ഷുഡ് ബി ചോസൺ. അവരെ തിരഞ്ഞെടുക്കണം, ദേ ഷുഡ് ബി ചോസൺ. ആ രീതിയിൽ പറയണം. ഓക്കെ, ചില കുട്ടികള് തെറ്റായിട്ട് പറയും അവനെ തിരഞ്ഞെടുക്കണം. അവൻ എന്നുള്ളതിന് വാക്ക് എന്താണ്? ഹിം. തിരഞ്ഞെടുക്കണം, ഷുഡ് ചൂസ്. മുഴുവൻ എഴുതുന്നില്ല, ഷുഡ് ചൂസ് ഇങ്ങനെ എഴുതാറുണ്ട്. അവനെ, ഹിം, ഷുഡ് ചൂസ്, തിരഞ്ഞെടുക്കണം. ഇത് തെറ്റാ, ഇങ്ങനെയൊന്നും ഇംഗ്ലീഷില്ല. നമ്മൾ ഈ രീതിയിൽ പറയാം, ഹി ഷുഡ് ബി ചോസൺ, ഹി ഷുഡ് ബി ചോസൺ. അവനെ തിരഞ്ഞെടുക്കണം. ഇങ്ങനെയൊന്നും ഇംഗ്ലീഷില്ല. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഈ വാചകങ്ങൾ കാണാം. ആദ്യത്തേത്, ഐ ഷുഡ് ബി ചോസൺ, ഐ ഷുഡ് ബി ചോസൺ. ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം. നമ്മൾ കൂടുതൽ പറയുന്നത് എന്നെ തിരഞ്ഞെടുക്കണം, എന്നെ തിരഞ്ഞെടുക്കണം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയേണ്ടത്. മീ ഷുഡ് ചൂസ് അല്ല, മീ എന്നെ. ഷുഡ് ചൂസ് തിരഞ്ഞെടുക്കണം, മീ ഷുഡ് ചൂസ് അങ്ങനെ പറയില്ല. ഐ ഷുഡ് ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കണം. ഇതെല്ലാം ഈ ഫോമാ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ, ഐ ഷുഡ് ബി സെൻഡ്, എന്നെ അയക്കണം. അർത്ഥം എന്താണ്? എന്നെ അയക്കണം, ഞാൻ അയക്കപ്പെടണം. നമ്മൾ അങ്ങനെ സാധാരണ മലയാളത്തിൽ പറയാറില്ല. ഐ ഷുഡ് ബി ടോട്ട്, എന്നെ പഠിപ്പിക്കണം, എന്നെ പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിക്കപ്പെടണം, അങ്ങനെ പറയാറില്ല. ഈ രീതിയിലാണ് നമ്മൾ പറയുക. എന്നെ പഠിപ്പിക്കണം എന്ന് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷില് ഐ ഷുഡ് ബി ടോട്ട് എന്ന് പറയണം. ഞാൻ പഠിപ്പിക്കണം, ഐ ഷുഡ് ടീച്ച്, ഐ ഷുഡ് ടീച്ച്. ഞാൻ പഠിപ്പിക്കണം. എന്നെ പഠിപ്പിക്കണം, ഐ ഷുഡ് ബി ടോട്ട്. ഓക്കെ, ഇത് ആവർത്തിക്കണം ഈ വാചകം. ഐ ഷുഡ് ബി ഹെൽപ്ഡ്, ഐ ഷുഡ് ബി ഹെൽപ്ഡ്. എന്താ അതിന്റെ അർത്ഥം? എന്നെ സഹായിക്കണം. ഞാൻ സഹായിക്കപ്പെടണം എന്ന് മലയാളത്തിൽ പറയില്ല, എന്നെ സഹായിക്കണം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയേണ്ടത്. മീ ഷുഡ് ഹെൽപ്പ് എന്ന് അല്ല പറയേണ്ടത്, മീ എന്നെ. ഷുഡ് ഹെൽപ്പ് സഹായിക്കണം. അത് തെറ്റ, അങ്ങനെ പറയില്ല. ഐ ഷുഡ് ബി ഹെൽപ്ഡ്. ഐ ഷുഡ് ബി ലെഡ്, ലീഡ്, ലെഡ്, ലെഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളാ. ഐ ഷുഡ് ബി ലെഡ്, എന്നെ നയിക്കണം. ഐ ഷുഡ് ബി പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കണം. ഇത് നമുക്ക് പറയാൻ ഞാൻ ശിക്ഷിക്കപ്പെടണം, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ എല്ലാ വാക്കുകളും ഇതുപോലെ നമ്മൾ മലയാളത്തിൽ പറയില്ല. എന്നെ സഹായിക്കണം, എന്നെ പഠിപ്പിക്കണം, ആ രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുക. വി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. യു നോക്കാം. യു ഷുഡ് ബി ചോസൺ, യു ഷുഡ് ബി ചോസൺ. എന്താണ് അതിന്റെ അർത്ഥം? നിന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നീ തിരഞ്ഞെടുക്കപ്പെടണം, അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ ഈ രീതിയിൽ പഠിക്കുക. നിന്നെ തിരഞ്ഞെടുക്കണം. യു ഷുഡ് ബി സെൻഡ്, നിന്നെ അയക്കണം. യു ഷുഡ് ബി ടോട്ട്, നിന്നെ പഠിപ്പിക്കണം. യു ഷുഡ് ബി ടോട്ട് എ ലെസൺ, യു ഷുഡ് ബി ടോട്ട് എ ലെസൺ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം.
അങ്ങനെ പറയില്ലേ? ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം, യു ഷുഡ് ബി ടോട്ട് എ ലെസൺ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം. യു ഷുഡ് ബി ഹെൽപ്ഡ്. നിന്നെ സഹായിക്കണം. യു ഷുഡ് ബി ലെഡ്. നിന്നെ നയിക്കണം. യു ഷുഡ് ബി പണിഷ്ഡ്. നിന്നെ ശിക്ഷിക്കണം. ഓക്കെ, അടുത്തത് ഹി വെച്ച് നോക്കാം. ഓർക്കുക, ഇവിടെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഷുഡിന്റെ ഇത് വയ്ക്കുമ്പോൾ he should be chosen, he should be chosen. അവനെ തിരഞ്ഞെടുക്കണം. അവൻ തിരഞ്ഞെടുക്കണം. he should choose, he should choose. അവൻ തിരഞ്ഞെടുക്കണം. അവനെ തിരഞ്ഞെടുക്കണം. he should be chosen. he should be sent. അവനെ അയക്കണം. അവനെ അമേരിക്കയിലേക്ക് അയക്കണം. he should be sent to America. he should be sent to America. he should be taught. അവനെ പഠിപ്പിക്കണം. he should be taught a lesson. he should be taught a lesson. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. he should be taught a lesson. you should be helped. അവനെ സഹായിക്കണം. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ലേ, അവനെ സഹായിക്കണം. ഇംഗ്ലീഷിൽ ഈ രീതിയിലാണ് പറയേണ്ടത്. അല്ലാതെ him should help എന്ന് പറയില്ല. him അവനെ, should help സഹായിക്കണം. അപ്പോൾ അവനെ സഹായിക്കണം. him should help. അങ്ങനെ ഇംഗ്ലീഷ് ഇല്ല, തെറ്റാണ്. ഈ രീതിയിലേ പറയാവൂ. he should be helped. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ വയ്ക്കണം. should be he. he should be helped. അവനെ സഹായിക്കണം. he should be led. അവനെ നയിക്കണം. he should be punished. അവനെ ശിക്ഷിക്കണം. അല്ലെങ്കിൽ ഈ വാചകം നമുക്ക് അവൻ ശിക്ഷിക്കപ്പെടണം, അതും പറയാം മലയാളത്തിൽ. എപ്പോഴും ഓർക്കുക, എല്ലാ വാക്കുകളും ഇതുപോലെ പറയാൻ പറ്റില്ല. അവൻ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ എല്ലാ വാക്കുകളും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടെ നമ്മളൊരു പുതിയ മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പാസീവിന്റെ മേഖലയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പാസീവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനെ സഹായിക്കണം, അവനെ കൊണ്ടുവരണം, അവനെ പഠിപ്പിക്കണം, ഈ രീതിയിൽ പറയുന്നതാണ് പാസീവ്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ചില വാക്കുകൾ മാത്രം അവൻ തിരഞ്ഞെടുക്കപ്പെടണം, അവൻ ശിക്ഷിക്കപ്പെടണം, അവൻ കൊല്ലപ്പെടണം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ സാധാരണ അവനെ സഹായിക്കണം, ആ രീതിയിലാണ് പറയുന്നത്. അത് പാസീവാ. പാസീവ് ഉണ്ടാക്കുന്ന രീതി ഇതാണ്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ ഇത് മനസ്സിലാകില്ല. ആദ്യം ഇതിന്റെ അർത്ഥം മനസ്സിലാകുക. കാരണം ഒത്തിരി കുട്ടികൾ തെറ്റായ രീതിയിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. അവര് ഇത് മാത്രമാണ് പാസീവ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം, ആ രീതിയിൽ അല്ല. എന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതും പാസീവാ. നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പാസീവ് പറയാൻ പറ്റും. എല്ലാ വാക്കുകളും പറയാൻ പറ്റില്ല, കുറെ വാക്കുകൾ ഈ രീതിയിൽ പറയാം. ഓക്കെ, ഇനി വേർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക, പുതിയ വേർബ്സ് പഠിക്കുക, അതുപോലെ പുതിയ വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കുക. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ
റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 11ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്. സാറേ എസ് വരുന്നത് സിംഗുലർ ആണ്, ചിലരുടെ ഇവിടെ IS എന്നൊക്കെ ആയിരിക്കാം. അർത്ഥം ഒന്ന് തന്നെയാണ്, ഒന്ന് പ്ലൂറൽ മറ്റേത് സിംഗുലർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. grow, grew, grown, blow, blew, blown, fly, flew, flown, throw, threw, thrown, know, knew, known, draw, drew, drawn, withdraw, withdrew, withdrawn. വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ്. ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല, മൂന്ന് രീതിയിലാണ് അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന വെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പൊ നമുക്കവ കാണാം. preach, preached, preached, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, sow, sowed, sowed, scrub, scrubbed, scrubbed, shave, shaved, shaved, sigh, sighed, sighed, sit, sipped, sipped, smash, smashed, smashed, stay, stayed, stayed, waste, wasted, wasted, wave, waved, waved, wine, wined, wined,
weighed, worried, wrapped, wondered. എന്നത് ഓർക്കുക, ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ ചില വെർബുകളിലേക്ക് സിംഗുലർ ആവുമ്പോൾ വെറുതെ SCRK അല്ല IES എന്നൊക്കെ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. അല്ലെ പാസ്റ്റ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും, അത് ഇരട്ടിച്ചിട്ടുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.